കൊച്ചിയിൽ രണ്ടിടങ്ങളിലായി ലഹരി വസ്തുക്കൾ പിടികൂടി. ആലുവയിൽ 20 ഗ്രാം MDMA-യും 2 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കോട്ടപ്പടി സ്വദേശി നിപിനാണ് പോലീസ് പിടിയിലായത്. അങ്കമാലിയിൽ 200 ഗ്രാം MDMA-യുമായി തലശ്ശേരി സ്വദേശി റിഷാൻ പിടിയിൽ. 2 കേസുകളാണ് കൊച്ചിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയിൽ രണ്ടിടങ്ങളിലായിട്ട് ഈ ലഹരി വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നു. ആലുവയിലും കോട്ടപ്പടിയിലുമാണ്. സൈഫുന്നീസയുടെ വിവരങ്ങളുമായി. സൈഫുന്നീസ, ഈ 2 കേസുകളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എറണാകുളം ജില്ലയിൽ രണ്ടിടത്തു നിന്നായാണ് ഇപ്പോൾ ലഹരി വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നത്. അതൊന്ന് പിടികൂടിയിരിക്കുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. 20 ഗ്രാം MDMA-യും ഒപ്പം തന്നെ 2 കിലോ കഞ്ചാവുമായാണ് പിടികൂടിയിരിക്കുന്നത്. കോട്ടപ്പടി സ്വദേശിയായ, അതായത് പെരുമ്പാവൂർ കോട്ടപ്പടി സ്വദേശിയായ നിബിൻ എന്നയാളെയാണ് ഈ ലഹരി വസ്തുക്കളുമായി പിടികൂടിയിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് ട്രെയിൻ വഴി രാവിലെ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തിയതാണ്. ആലുവ SP ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ നിബിനെയും ഒപ്പം തന്നെ ലഹരി വസ്തുക്കളും പിടികൂടിയിരിക്കുന്നത്. മറ്റൊന്ന് കുറച്ച് വലിയ ലഹരി വേട്ടയാണ്. അത് അങ്കമാലിയിൽ 200 ഗ്രാം MDMA ആണ് പിടികൂടിയിരിക്കുന്നത്. തലശ്ശേരി സ്വദേശി റിഷാനാണ് ഈ ലഹരി വസ്തുക്കളുമായി പിടിയിലായിരിക്കുന്നത്. വാഹനത്തിൽ എത്തിച്ച MDMA അങ്കമാലിയിൽ SP-ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ പോലീസ് പിടികൂടുകയായിരുന്നു. എന്തായാലും ആലുവയിൽ നിന്നും അങ്കമാലിയിൽ നിന്നുമാണ് ഇന്ന് ഇതുവരെയുള്ള സമയത്ത് 202 ഗ്രാം MDMA 220 ഗ്രാം MDMA പിടികൂടിയിരിക്കുന്നത്. ഒന്ന് 200 ഗ്രാം അങ്കമാലിയിൽ നിന്നാണ്, 20 ഗ്രാം ആലുവയിൽ നിന്നാണ്, ഒപ്പം തന്നെ 2 കിലോ കഞ്ചാവും പിടികൂടിയിരിക്കുകയാണ്. കൊച്ചിയിൽ രണ്ടിടങ്ങളിലായി ലഹരി വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നു. ആലുവയിൽ നിന്നും അങ്കമാലിയിൽ നിന്നുമാണ് പിടികൂടിയിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളാണ് സൈഫുന്നീസ നൽകിയത്.